എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് സസ്നേഹം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളോടൊക്കെ ഒരു അഭിപ്രായം പറയാൻ മാത്രം യോഗ്യനല്ല ഞാനെങ്കിലും എൻ്റെ ഈ വിദ്യാർത്ഥി കാലയളവിൽ ഞാൻ കണ്ടുമുട്ടുന്ന ചില മനുഷ്യർ പങ്കുവെക്കുന്ന ദുരനുഭവങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ ഒരു പാഠമായി മാറും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. 2 ആഴ്ച മുമ്പ് എറണാകുളത്ത് മുമ്പ് ജോലി ചെയ്ത ഒരു ഖത്തീബിനെ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദ് എവിടെയെങ്കിലും ഒരു ഒഴിവുണ്ടെങ്കിൽ എന്നോടൊന്ന് അറിയിക്കണം, വലിയ പ്രയാസത്തിലാണ്, 4 മക്കളാണ്. ഞാൻ പറഞ്ഞ് എന്താണ് ജോലിയിൽ നിന്ന് മാറിയത്? അത് സുബഹി നമസ്കാരത്തിൻ്റെ കുനൂത്ത് മറന്നുപോയി. നിസ്കാരാനന്തരം ഭയങ്കര ചർച്ചയായി. ഈ മൊയ്ലിയാർ എവിടെ നോക്കിയാണ് നിസ്കരിക്കുന്നത്, ഇയാൾ എവിടെയാണ് ചിന്തിക്കുന്നത്, നിസ്കാരത്തിലല്ല ചിന്ത, വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപവും പരിഹാസമായപ്പോൾ മാനസികമായി തളർന്ന അവസാനം ഞാൻ ജോലിയിൽ നിന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് മറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സംഭവിച്ചിട്ടില്ലേ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആളുകൾ ചുമ്മാതെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ജോലി പോയല്ലോ. അതുപോലെ തന്നെ ഞാൻ കോഴിക്കോട് യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട്ടേക്ക് പോകുന്നൊരു മുസ്ലിയാർ, അദ്ദേഹം ജോലി ചെയ്യുന്ന ആലുവയിലാണ്. അദ്ദേഹത്തിന് 8 വർഷമായിട്ട് മക്കളില്ല. ആ മക്കളില്ലാത്തതിൻ്റെ എല്ലാ സങ്കടവും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ദ്വാരക്കണം, നിങ്ങൾ നിങ്ങളുടെ ഉസ്താദന്മാരെ കാണുമ്പോഴും ദ്വാരക്കാൻ പറയണം, വലിയ വിഷമത്തിലാണ്. ഞാൻ പറഞ്ഞു ചികിത്സയൊന്നും ചെയ്തില്ലേ? ചികിത്സ ചെയ്യുന്നുണ്ട്. ഡോക്ടർ എന്ന് പറഞ്ഞു, ഡോക്ടർ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എപ്പോഴാണ് ലീവ്? അത് 2 ആഴ്ച കൂടുമ്പം ഒരു വ്യാഴാഴ്ച രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ് പോയാൽ വെള്ളിയാഴ്ച വൈകുന്നേരം ഇങ്ങോട്ട് തിരിച്ചെത്തി ശനിയാഴ്ച ക്ലാസ്സിനെത്തണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഭാര്യയോടൊപ്പം എത്ര നേരം അവരുമായിട്ടൊന്ന് സ്വകാര്യ നിമിഷം പങ്കുവെക്കാൻ കഴിയും? കാരണം നിങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്ത് കുഴഞ്ഞവിടെ പോയി, ആ കുഴച്ചിലൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തിരിച്ചിങ്ങോട്ട് പോരണം. അപ്പോൾ നിങ്ങൾ കമ്മിറ്റിക്കാരോട് പറഞ്ഞില്ല അവിടെ ഒരു വീടെടുത്ത് തരാൻ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ അത് പറഞ്ഞു നോക്കി, അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ജോലിയിൽ നിന്ന് മാറി എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഇണങ്ങുന്ന ഒരു സൗകര്യമുള്ള സ്ഥലത്ത് ജോലി ചെയ്തൂടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് എവിടെയും പോയി ഒരു ഖത്തീബാകാനൊന്നും ഞാൻ പ്രസംഗിക്കാൻ തോന്നുന്നില്ല, എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൂടണമെന്നാണ്. ഇതെല്ലാം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ദുരനുഭവങ്ങൾ മുഴുവനും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതാണെങ്കിലും ലീവ് തരാത്തതാണെങ്കിലും തുച്ഛമായ ശമ്പളം. നിങ്ങൾ കഴിഞ്ഞ കാലയളവിൽ സംഘപരിവാർ മദ്രസ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് ഗവൺമെന്റ് ആണെന്നുള്ള ആരോപണം വന്നപ്പം എല്ലാ കമ്മിറ്റിക്കാരും എല്ലാ ആളുകളും ചടകുടഞ്ഞെണ്ണീച്ചു, അല്ല ഞങ്ങളാ കൊടുക്കുന്നതെന്ന്. പക്ഷെ എത്രയാണ് ശമ്പളം എന്ന് ആരെങ്കിലും ചർച്ച ചെയ്താൽ? ഇല്ലില്ല. ഉസ്താദന്മാരുടെ പ്രശ്നം പറയാൻ ദുനിയാവിൻ്റെ മുകളിൽ ഒരാൾ മുന്നോട്ട് വരത്തില്ല എന്നുള്ളത്. കാരണം ആ അഭിപ്രായം എന്താണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കള്ളിയും പൊളി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ ഈ പള്ളി ജോലി തന്നെ ചെയ്യണമെന്നും കമ്മിറ്റിക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ തൊലവും പൈസ തന്നെ വാങ്ങി ജീവിക്കണമെന്നും ഇവരിൽ ഭരമേൽപ്പിച്ച് തന്നെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകണമെന്നും നിങ്ങൾ ആരോടെങ്കിലും